എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മിപ്പോൾ അനുദിനം പത്രവാർത്തകളിൽ കേൾക്കുന്ന ചില സംഭവങ്ങളാണ്. അതായത് കൂടുതൽ സ്ത്രീകൾ, വിവാഹിതരായവർ പലരും ആത്മഹത്യ ചെയ്യുന്നു. അവർ മാത്രമല്ല, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളൊപ്പം ചേർന്ന് ആത്മഹത്യ ചെയ്യുകയാണ്. ഇത് ജീവിത നൈരാശ്യം, അവരുടെ ജീവിതത്തിലുള്ള പാകപ്പിഴകൾ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയായിരുന്നു പ്രധാനമായി സംഭവിക്കുന്നത്. ഇത് കഴിയുന്നതും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭർത്തൃപീഡനവും ഭർത്തൃ വീട്ടുകാരുടെ പീഡനവും കൂടെ സഹിക്കാൻ വരാതെ ആകുമ്പോഴാണ് ഇവർ അതിന് തുനിയുന്നത്. അതിലും ശോചനീയമായ ഒരിത്, ഈ ഭർത്താവിൻ്റെ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതിന് ശേഷം സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇതിനേക്കാളും അവരെ ആട്ടിപ്പായിക്കുന്നൊരു സംവിധാനമാണ്. കാരണം അവിടെ പ്രായമായ അച്ഛനും അമ്മയും അവിടെയും കാണും ഏതെങ്കിലും ഒരു മരുമോൾ. അപ്പോൾ ഇവർക്ക് അവിടെയും ഒരു അറ്റ്ലീസ്റ്റ് കഴിയാനുള്ളൊരു സാഹചര്യം ഇല്ലാതാകുന്നു. അപ്പോൾ അവസാനം ഇവർക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് ആത്മഹത്യ തന്നെയാണ്. ഇതാണ് കൂടുതലും സംഭവിക്കുന്നത്. അത് ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു സ്ത്രീക്കും ഉണ്ടാകാതിരിക്കണം. ഇതിന് പ്രധാനമായി നാം ചെയ്യേണ്ടത് ഇതിൻ്റെ പാകപ്പിഴകൾ നാം മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. ഇനി ഉള്ള കുട്ടികൾ, സ്ത്രീകൾ വിവാഹം കഴിക്കുമ്പോൾ അതിന് മുമ്പായി തന്നെ വ്യക്തമായ ഒരു ധാരണ ഭർത്താവുമായി ഉണ്ടാക്കിയിരിക്കണം. കല്യാണം കഴിഞ്ഞ് 1 വർഷം 2 വർഷം കഴിഞ്ഞാലും സ്ത്രീധനം വേണം, പിന്നെ അവിടുത്തെ സ്വത്ത് വിവരങ്ങൾ വേണം, അതൊക്കെ ഷെയർ വേണമെന്നുള്ള ഒരു പീഡനമോ അതിൻ്റെ ഒരു ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ വെച്ച് അങ്ങോട്ട് ബന്ധം നിർത്തുക, സേഫായിരിക്കും. ഒന്ന് വിചാരിക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് പേരൻസിന് ഉണ്ടാകുന്ന സ്വത്ത് അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും തുല്യമായി കിട്ടുന്ന ഒരു റെഗുലേഷൻസാണ്, റൂൾസാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി ഒന്നും അവിടെ പോയി സ്വത്ത് വേണം ഇതൊക്കെ കൊണ്ടുവരണമെന്ന് ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയോട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഒരു സാർട്ട് ഓഫ് പീഡനമാണ്. അതും അവരുടെ പേരൻസിൻ്റെ മരണശേഷമായിരിക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ ഷെയറും കാര്യങ്ങളെയും കുറിച്ചൊക്കെ അറിയുക. അപ്പോൾ പ്രധാനമായി ഈ വിവാഹം കഴിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് ഇതിന് തീരുമാനം എടുക്കേണ്ടത്. അതുമല്ല, വിവാഹത്തിന് മുമ്പേ അവർ അതിന് പ്രിപ്പയർ ആയിരിക്കണം. എങ്ങനെയാണ് പ്രിപ്പയർ ആയിരിക്കുന്നത്? മസ്റ്റായിട്ട് അവർക്കൊരു തൊഴിലറിഞ്ഞിരിക്കണം, അവർ ജോലി ഉണ്ടായിരിക്കണം. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരു കുഞ്ഞോ 2 കുഞ്ഞോ ഉള്ളപ്പോൾ ആ കുഞ്ഞുമായി ചേർന്ന് ആത്മഹത്യ ചെയ്യുന്നതിന് പകരം ആ കുഞ്ഞുങ്ങളെ വളർത്താനും സ്വയം വളരാനും ഉള്ള ഒരു സംവിധാനം ആദ്യമേ നമ്മൾ മുൻകൂട്ടി കല്യാണത്തിന് മുമ്പ് തന്നെ ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് അവർക്കൊരു ജോലി ഉണ്ടായിരിക്കണം. ആ ജോലി ഉപേക്ഷിക്കാൻ പാടില്ല. ഇനി അവർ ക്വാളിഫൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിലും തയ്യൽ പണിയോ അല്ലെങ്കിൽ വല്ല വീടുകളിൽ പോയി ഒരു വയസ്സായവരെ കെയർ വയ്ക്കുന്ന ഒരു കെയർ ഗിവറായിട്ടോ എന്തെങ്കിലും പണികൾ അറിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൻ്റെ ക്ലീനിങ്, എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള പണികൾ വളരെ അനായാസം കിട്ടും. പല ഏജൻസികളുണ്ടും, അവരെ ബന്ധപ്പെടാം. ഇല്ലെങ്കിൽ സ്വന്തമായി തന്നെ ജോലികൾ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ജോലിക്ക് വേണ്ടി കേരളത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. വേണ്ടത് കുറച്ച് തൻ്റെയോടും കുറച്ച് ആരോഗ്യവും വേണം. അത് നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷം നമ്മുടെ ഊർജ്ജമെല്ലാം ചോർന്നു പോവുക, നമ്മുടെ ബോഡികൾ, നമ്മുടെ ജോലിയുള്ള ഒരു സ്പിരിറ്റൊക്കെ ഒരിക്കലും പോയി വീട്ടിൽ കയറി ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് ഭർത്താവിന് ആഹാരം വെച്ച് കൊടുക്കാനും മറ്റുള്ള ക്ലീനിങ് വർക്ക് ഒക്കെ ആവശ്യമുള്ളതാണ്. പക്ഷേ ഇതിനുപരി സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടായിരിക്കണം. നാളെ ഭർത്താവിനൊന്ന് അസുഖം പിടിച്ച്, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് പിരിയേണ്ട അവസ്ഥ വന്നാലും നിങ്ങൾ കഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങൾ ഒരുത്തരത്തും വിഷയാചിക്കാൻ പാടില്ല. അന്ന് നിങ്ങൾക്ക് വേണ്ടതാണ് ഒരു വരുമാനം. ആ വരുമാന മാർഗം കല്യാണത്തിന് മുമ്പേ നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കണം.
രണ്ടാമത് നിങ്ങളുടെ എല്ലാ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ടേസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ആ ഭർത്താവ് അതായത് കല്യാണം കഴിക്കുന്ന ആ വ്യക്തിയോട് വ്യക്തമായി സംസാരിച്ചിരിക്കണം. അതിൽ അവർ എഗ്രി ചെയ്തിരിക്കണം. നിങ്ങളുടെ രണ്ട് രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണെങ്കിൽ അങ്ങനൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക. അത് നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ തൻ്റേടമായി തന്നെയായിരിക്കണം ഈ ഒരു വിവാഹത്തിന് ശേഷവും ജീവിക്കേണ്ടത്. അതായത് സ്വന്തം ഭർത്താവ് ഭാര്യയെയും മക്കളെ നോക്കാതെ അമ്മ പറയുന്ന മാത്രം കേൾക്കുകയും അമ്മയുടെ മുന്നിൽ മുട്ടടിച്ച് നിൽക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ പിന്നെ ഒരു നിമിഷവും ആ ഭർത്താവുമായിട്ട് ഒരു സ്ത്രീക്കും ജീവിക്കാൻ പറ്റില്ല. അവിടെ വെച്ച് കണക്ക് തീർക്കുക, സ്ഥലം വിടുക. നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ ജീവിതം തുടരുക. ഒരിക്കലും സ്വന്തമായി ആത്മഹത്യ ഒരു നല്ല കാര്യമല്ല. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരെ കഷ്ടപ്പെട്ട് വളർത്തുക. നിങ്ങൾക്കൊരു നല്ല സമയം ഉണ്ടായിരിക്കും. ജീവിതം വെറുതെ ഒരു എന്തോ മുങ്ങിച്ചാകാനോ അല്ലെങ്കിൽ ഒരു കയറിൽ തൂങ്ങി അല്ലെങ്കിൽ ഒരു വിഷം കുടിച്ചോ ഒക്കെ അവസാനിപ്പിക്കേണ്ട ജീവിതം. ഈ ജീവിതം നമ്മൾ ജീവിച്ച് തന്നെ മരിക്കണം. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് എൻജോയ് ചെയ്യേണ്ട നമ്മുടെ കടമയാണ്. സോ ഒരിക്കലും ഒരു സ്ത്രീക്കും, പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്നവർ, നിങ്ങൾ ഒരു തെറ്റായ രീതിയിലുള്ളൊരു തീരുമാനം എടുക്കരുത്. നിങ്ങൾ വിവാഹിതരാണെങ്കിൽ അതിലെന്തെങ്കിലും വിഷയമാണ് അതിനെ അതിജീവിച്ച് ജീവിക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ സ്വന്തമായി ജീവിക്കാനുള്ള വഴി കണ്ടെത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ഗൈഡൻസ് എന്ത് വേണമെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടാം. ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് ഒരിക്കൽ കൂടി പറയുന്നു, വിവാഹത്തിന് മുമ്പേ നിങ്ങളായിരിക്കണം. നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളുടെ ആഹാരം കഴിക്കാനുള്ള സംവിധാനം വഴി നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. നിങ്ങൾക്ക് തൊഴിൽ അറിയാനുള്ള സാഹചര്യം നിങ്ങൾ സൃഷ്ടിച്ചിരിക്കണം. അത് അറിഞ്ഞിരിക്കണം. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ആർജവം അത് രൂപപ്പെടുത്തിയതിന് ശേഷം മാത്രം ആയിരിക്കണം കഴുത്ത് ഒരു താലി കെട്ടാൻ ഒരാളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടത്. അതിന് മുമ്പേ അത് ചെയ്യരുത്. അതായത് ഒരു പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കണം. ഒരു പക്ഷേ വളരെ ഹാർഡ്ഷിപ്പുള്ള മദറിലായിരിക്കും. കല്യാണം കഴിച്ചതിൻ്റെ വീട്ടിൽ ചെന്നാൽ നമ്മളെ കയറ്റാതെ നമ്മളെ വെറുക്കുന്ന പേരൻസ് ആയിരിക്കാം. ഇത് രണ്ടും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ആയിരിക്കണം ഒരു വിവാഹം ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ഇതൊന്നും അറിയേണ്ട. ഇനി വിവാഹം കഴിക്കേണ്ട ഞാൻ തനിച്ച് അതിൻ്റെ കാര്യമൊന്നുമില്ല. വിവാഹം കഴിക്കണം, നിങ്ങൾ ജീവിക്കണം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം. ഒരു പരമ്പരയാണത്. നമ്മൾ സമൂഹത്തിലുള്ള ചില നീതിശാസ്ത്രങ്ങളെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എന്ത് ഗൈഡൻസ് വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ബന്ധപ്പെടാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ ജി കെ തുമ്പക്കാരൻ. താങ്ക് യു.